നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനെങ്കിൽ വിളിക്കാനും പറ്റിയില്ല. മാഡം, ഇവളുടെ അച്ഛനും ആ വൃത്തികെട്ട ചെക്കനും കറങ്ങി തിരിഞ്ഞ് നടക്കുകയല്ലേ. എന്തെങ്കിലും കാരണവശാൽ മാഡത്തിനെ വിളിച്ചു പറയുന്നത് അവരുടെ ചെവിയിലെങ്ങാനും വീണു പോയാ അത് അപ്പൊ തന്നെ ചൂട് പോവാതെ നിധിക്ക് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ടാ മാഡം വിളിക്കാൻ ലേറ്റ് ആയത്. ഇപ്പോ അച്ഛനും നിഖിലും കൂടി പുറത്തേക്ക് ഫുഡ് വാങ്ങാൻ പോയിരിക്കുക. ആ നേരത്തിന് ഞങ്ങൾ മുറി കയറിന്ന് വിളിച്ചതാ. വിശദീകരിച്ചതൊക്കെ മതി. പോയ കാര്യം എന്തായെന്ന് പറ. അത് പിന്നെ ചോദിക്കാനുണ്ടോ ആന്റി? ഞാനാരാ മോള്. പ്രണവ് തലയും കുത്തി വീണിട്ടുണ്ട്. അവൻ തന്നെ എന്നെ പ്രപ്പോസ് ചെയ്തു. ആഹാ, ഞാനാണെങ്കിലേ താല്പര്യം ഉണ്ടായിട്ടും ഇല്ലാത്തതായിട്ട് അവന് മനസ്സിലാകുന്ന രീതിയിൽ അഭിനയിച്ചങ്ങ് കൊടുത്തു. എന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളും ഞാൻ ചെയ്ത ദ്രോഹങ്ങളും ഒക്കെ അങ്ങ് പറഞ്ഞു. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും പ്രണവ് ശിവാനിയെ വേണ്ടാന്ന് ഒരു വാക്ക് പറയൂല. നീ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? സത്യം പറയട്ടെ ആന്റി, അവന് എന്തോ കുഴപ്പമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചാൽ ഇങ്ങനെ പ്രണയിക്കുവോ? നിധിയായിരിക്കും അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാ അവൻ പറയുന്നേ. അതവന് നിധിയെ ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ട് പറയുന്നതാ. നിനക്കവനെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താമായിരുന്നില്ലേ? അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അല്ലല്ലോ ആന്റി വേണ്ടത്, കൺമുന്നിൽ കാണിച്ചു കൊടുക്കല്ലേ. അങ്ങനെയല്ലേ ബോധ്യപ്പെടുത്തണ്ടേ? അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് പരിപാടി? അത് നാളെ പ്രണവ് നിധിയെയും കൂട്ടിക്കൊണ്ട് അവന്റെ ലവറിനെ കാണിച്ചു കൊടുക്കാനായി അതേ റെസ്റ്റോറന്റിലേക്ക് വരും.